ഈ വീഡിയോയിൽ നമ്മൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്ന്, മാർക്കോ റൂബിയോ ഇന്ത്യയിലുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിലൊരു പൊട്ടിത്തെറി, ക്വറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല, എന്നാലും പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. റഷ്യ ഓർഷനിക് മിസൈൽ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ആ വിഷയം മാസീവായിട്ടുള്ളൊരു അറ്റാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ദെയർ അൽ ബല, കാരണം ഇന്നലെ ഗാസയിൽ ഇവാക്യുവേഷൻ കൊടുത്തിട്ട് കുറേ ആൾക്കാരെ അങ്ങോട്ടാണ് മാറ്റിപ്പാർപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ദെയർ അൽ ബലയിലേക്ക് മാറ്റിപ്പാർപ്പിച്ച സ്ഥലത്താണ് വീണ്ടും ഇസ്രായേൽ ദെയർ അൽ ബലയിൽ തന്നെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്ക് ഗാസയിൽ. അത്തരത്തിലുള്ള 4 വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇതിൽ മാർക്കോ റൂബിയോയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മാർക്കോ റൂബിയോ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ജോയിൻറ്റ് പത്രസമ്മേളനം, ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ പോഡിയത്തിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ചില ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ നിലപാടുകളിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോവില്ല. ഇറാന് ന്യൂക്ലിയർ വെപ്പൺ പാടില്ല. യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്യാൻ ഒരിക്കലും അമേരിക്ക അനുവദിക്കില്ല. ആ ഡിസിഷനിൽ അമേരിക്ക സ്ട്രോങ് ആയിട്ടിരിക്കും. പല അമേരിക്കൻ പ്രസിഡന്റ് മുമ്പ് വന്നിട്ട് ഇറാൻ ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്, അതായത് ഇറാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ച തീരുമാനമെടുത്ത് ഇറാന് മേൽ ആക്രമണം നടത്തി അവർ ട്രംപാണ് ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചത്. ഇനി അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, അത് ഇൻ്റർനാഷണൽ വാട്ടർവേ ആണ്, അതൊരിക്കലും ഇറാൻ അവകാശപ്പെട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഇറാൻ ഇടപെടുന്നത് ശരിയായ നടപടിയല്ല. എന്നാലും മാക്സിമം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡിപ്ലോമാറ്റിക്കലി വിഷയം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്താനും തയ്യാറാണ്. അത്തരത്തിൽ ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രസിഡന്റാണ് അമേരിക്കയിലുള്ളത് എന്നുള്ള തരത്തിലാണ് മാർക്കോ റൂബിയോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് സംതിങ് ഗുഡ് ന്യൂസ് കമ്മിങ് അപ്പ്, അതാണ് പുള്ളിക്കാരൻ പറഞ്ഞ സൂചന. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർണായക ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിക്കുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എനിവേ, എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഒരു നല്ല സൂചനയാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലത്. On the Iran situation, there'll be, I believe, maybe more news coming out a little bit later today on this topic, and I'll leave it to the president to make further announcements on it. Suffice it to say that some progress has been made, significant progress, although not final progress has been made. Ultimately, I remind everybody, I think this ties into the second question that was asked with relations to it. What is the goal here? The goal here ultimately, the ultimate goal is that Iran can never have a nuclear weapon. Iran can never possess a nuclear weapon. The president has been clear about that. They will never possess a nuclear weapon, certainly not as long as Donald Trump is president of the United States. Related to that is this issue of the Straits. Okay, this is an international waterway. They don't own it. It's an international waterway, and what they are doing now is basically they are threatening to destroy commercial vessels using an international waterway. That is illegal under any concept of international law that governs us, but it's also if we allowed that to become normal, we would be normalizing an unacceptable status quo and setting a dangerous precedent that could be replicated here in this region and in multiple places around the world. So the desire the president has, his preference, is to find a diplomatic way that these problems can be solved. That's always the president's preference. He would much rather have me and the Department of State solve this problem than the Department of War having to solve this problem. But the problem is going to be solved one way or the other. So we've made some progress over the last 48 hours working with our partners in the Gulf region on an outline that could ultimately, if it succeeds, leave us not just with a completely open straits, and I mean open straits without tolls, and with addressing some of the key things that underpin what has been Iran's nuclear weapons ambitions in the past. മാർക്കോ റൂബിയോ ഇങ്ങനെ പറയുന്നെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു 60 ദിവസത്തെ സീസ് ഫയർ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. 60 ഡേയ്സിന് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാടായിട്ട് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. 60 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അതിനുള്ളിൽ ഈ 60 ഡേയ്സിനുള്ളിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്കുള്ള ഈ ഒരു ബ്ലോക്കേഡുകളെല്ലാം മാറ്റിക്കൊണ്ട് അടുത്ത 2 മാസത്തേക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ ചരക്ക് നീക്കം, ഓയിൽ ടാങ്കർ ഫ്ലീറ്റുകളുടെ ഗതാഗതമെല്ലാം തന്നെ വളരെ സ്മൂത്തായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മൂവാണ്. പക്ഷേ 60 ഡേയ്സ് അത് കഴിഞ്ഞാൽ വീണ്ടും ഈ വിഷയം ഉയർന്നു വരും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നില്ല. താൽക്കാലികമായിട്ടൊരു റിലാക്സേഷൻ, അതായത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്കുള്ള ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തടഞ്ഞു വെച്ചിരിക്കുന്നത് തികച്ചും പല രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കുള്ളൊരു ഗേറ്റ് വേ,
അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രപ്പോസൽ. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രോഗ്രസ് ഉണ്ടായിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ്. അവരുടെ തീരുമാനങ്ങൾ ശരിയാണ്. യുറേനിയം എൻറിച്ച്മെന്റ് ആയിക്കോട്ടെ, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അമേരിക്കയാണ് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള പല രാജ്യങ്ങൾ, ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളായിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അതുപോലെ പല രാജ്യങ്ങളും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം വേണ്ട, ഒരു 60 ഡേയ്സ് ബ്രേക്ക് കൊടുക്കാം, എന്നിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വളരെ സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാം, പക്ഷേ ടോൾ പിരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേണ്ടിയിട്ട് അമേരിക്ക ഇച്ചിരി ഫ്ലെക്സിബിൾ ആകുന്നതായിട്ട്, ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ അവരുടെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ അതിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവർ അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്ക ആലോചിച്ചിട്ട് വേണം ഈ തീരുമാനം എടുക്കാൻ. കാരണം അമേരിക്ക സ്വയമേ ഇങ്ങനെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ നിരന്തരം അറ്റാക്ക് തുടരും, അതേപോലെ പിരിവ് നടത്താനും സാധ്യതയുണ്ട്. ഇതിലൊക്കെ ഒരു ഉറച്ച തീരുമാനമില്ലാണ്ട് അമേരിക്ക പുറകോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ ഇത് ബുദ്ധിമുട്ടിലാക്കും. ഇപ്പം അതിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും കപ്പലുകൾ തടഞ്ഞു നിർത്തിയിട്ട് സെപ്പാ നേവിയാണ്, നിങ്ങൾ പൈസ അടച്ചിട്ടേ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിനെല്ലാം കൂടിയുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടുള്ള ഒരു സീസ് ഫയർ എക്സ്റ്റൻഷൻ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അമേരിക്ക ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് ഗുഡ് ന്യൂസ് ആണെന്നുള്ളത് ഇനി കണ്ടറിയണം. JD വാൻസ് ഇന്ന് ഞായറാഴ്ചയുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി പോയതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വീണ്ടും എമർജൻസി ആയിട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അത് ഒരു എമർജൻസി ഡിസിഷൻ എടുക്കാനുണ്ട്, ഇറാൻ മാറ്റർ ചർച്ച ചെയ്യുന്നതുമായിട്ട് ബന്ധം എന്നുള്ള നിലയിലാണ് പുള്ളിക്കാരനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എമർജൻസി ആയിട്ട് പുള്ളിക്കാരൻ മടങ്ങി വൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് മൊമെൻ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നുള്ളത് ഇന്ന് വൈകുന്നേരം, അതായത് സൺഡേ ലേറ്റ് ഈവനിങ്ങിലെങ്കിലും മൺഡേ മോർണിംഗിൻ്റെ ഉള്ളിൽ ഒരു ഫ്രഷ് ന്യൂസ് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. റഷ്യ ഓർഷനിക് മിസൈൽ വെച്ചിട്ട് ക്ലസ്റ്റർ ബോംബ് വാർഹെഡ് എന്നുള്ള നിലയിലുള്ള ഒരു ഓർഷനിക് മിസൈലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഹൈ റൈസ് ടെമ്പറേച്ചർ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഓർഷനിക് മിസൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ ക്ലസ്റ്റർ വാർഹെഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചിന്നിച്ചിതറിപ്പോയി വീഴുന്ന ശൈലിയിലാണ് ഇതിൻ്റെ അറ്റാക്ക്. പക്ഷേ ഇതിൻ്റെ മാക്സ് സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഓർഷനിക് മിസൈൽ വെച്ചിട്ട് കീവ് നഗരത്തിൽ തന്നെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്ക് തന്നെയാണ്. മാധ്യമങ്ങളെല്ലാം ഓർഷനിക്കും തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ റഷ്യ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ റഷ്യ ഇത് അവരുടെ ഓർഷനിക് മിസൈൽ ആണെന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. മാധ്യമങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെലാറസിൻ്റെ അവിടെ റഷ്യയും ബെലാറസും കൂടി ചേർന്നിട്ട് ഒരു എക്സ്പെരിമെൻറ്റ്, റഷ്യയും ബെലാറസും കൂടി ചേർന്നിട്ട് ഒരു മിലിറ്ററി എക്സസൈസ് നടത്തുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു എക്സസൈസ് അല്ല, ഇത് ഉക്രൈന് മേളിൽ ഒരു ആക്രമണമായിട്ട് വന്ന് ഭവിക്കാൻ വലിയ സമയതാമസമൊന്നുമില്ല എന്നുള്ള തരത്തിലാണ് റഷ്യ പറഞ്ഞിരുന്നതെന്ന്. അപ്പോൾ അത് അതേപോലെ തന്നെയാണ് റഷ്യയും ബെലാറസും ഈ ജോയിന്റ് എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്കാണ്. ഇതുവരെ നടത്തിയ അറ്റാക്കുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണിത്. വലിയൊരു ഏരിയ തന്നെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഇതിനകത്ത് ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് മരണനിരക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ലോസിനെ കുറിച്ചോ ഒന്നും തന്നെ ഉക്രൈൻ്റെ സൈഡിൽ നിന്നും വാർത്തകളൊന്നും വന്നിട്ടില്ല.
റഷ്യ മാരകമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്, തീവ്രവാദപരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് ആക്രമണത്തിന്റെ ഭീകരതയെക്കുറിച്ച്, അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചൊന്നും സെലൻസ്കി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 1500 ഡ്രോൺ വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്കിന് ഉക്രൈൻ റഷ്യക്കെതിരെ പ്ലാൻ ചെയ്യുകയാണ്. അത് ഈ ആക്രമണത്തിന് റിട്ടാലിയേഷൻ എന്നുള്ള നിലയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്, നോക്കൂ. ഇതിനകത്ത് ബ്ലൂ കളറിൽ എവിടെയൊക്കെ ഡോട്ട് ചെയ്തിട്ടുണ്ടോ, സ്ക്വയർ ചെയ്തിട്ടുണ്ടോ, ട്രയാങ്കിൾ ഉണ്ടോ, ഇതെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള റഷ്യയുടെ ഫെസിലിറ്റീസ്, എണ്ണ സംഭരണികൾ, അതേപോലെ തന്നെ റഷ്യയുടെ എനർജി ഗ്രിഡുകൾ, റഷ്യയുടെ കെമിക്കൽ പ്ലാന്റുകൾ, ഇതൊക്കെ ടാർഗറ്റ് ചെയ്ത് മിലിറ്ററി യൂണിറ്റുകളൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഉക്രൈൻ റഷ്യക്കുള്ളിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയ സ്ഥലങ്ങളാണ് ഇവിടെ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ബ്ലൂ കളറിൽ. അതിന്റെ റിറ്റാലിയേഷനാണ് റഷ്യ കീവിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്ക് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. തീർച്ചയായിട്ടും ഈ യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്ത നമ്മൾ പാകിസ്ഥാന്റെ ക്വറ്റ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, 4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വാർത്തയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാന്റെ ആർമി ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്ത് 35 ബലൂചിസ്ഥാനികളെ വധിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത. അപ്പം അത് തീർച്ചയായിട്ടും അവർ റിറ്റാലിയേറ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ബലൂചിസ്ഥാനികൾ. കാരണം ബലൂചിസ്ഥാനികളുടെ അടുത്ത് ഇപ്പോൾ കുറേ കാലം കൊണ്ടേ പാകിസ്ഥാൻ ആർമിക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ബലൂചിസ്ഥാനികളുടെ മാത്രമല്ല, ഇപ്പുറത്ത് TTP-കാരുടെ അടുത്ത് പോലും പിടിച്ചേക്കാൻ പറ്റുന്നില്ല, അഫ്ഗാനിസ്ഥാൻ ആർമിയുടെ അടുത്ത് പോലും പിടിച്ചേക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തായാലും അസീം മുനീർ ഇറാനിലിരുന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ്, ചായയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ 35 പേരെ വധിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ റിറ്റാലിയേഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതുവരെ BLA-യോ അല്ലെങ്കിൽ TTP-യോ ആരും തന്നെ കൊറ്റയിൽ നടന്ന ഈ ഒരു ആക്രമണത്തിന് ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. നോ ക്ലെയിംസ് സോഫാർ. ആ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ട്രെയിൻ കറക്റ്റായിട്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. വലിയ പൊട്ടിത്തെറി. ട്രെയിനിൻ്റെ കോച്ചസ് എല്ലാം തന്നെ തകിടം മറിഞ്ഞ് പൊട്ടിത്തരിപ്പണമായി പോയിരിക്കുന്നു. പകുതി അവിടെ കിടപ്പുണ്ട്. ഇതിലാദ്യം 24 പേരാണ് മരണപ്പെട്ടതെന്നുള്ള വാർത്ത വന്നിരുന്നത്. ഇപ്പം 40 പേര് ഈ പൊട്ടിത്തെറിയിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 80-ലധികം പേർക്ക് ഗുരുതരമായ പരിക്ക്. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. ഇത് ശരിക്കും BLA നടത്തിയ അറ്റാക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്വറ്റയിൽ ബലൂചിസ്ഥാൻ്റെ ഉള്ളിൽ BLA അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വന്നിട്ട് അറ്റാക്ക് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്തായാലും മാരകമായിട്ടുള്ള ആക്രമണം, കനത്ത റിറ്റാലിയേഷൻ, ഇങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇനി പാകിസ്ഥാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. തികച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഗാസയ്ക്കുള്ളിൽ ബെയ്ത്ത് ഹാനൂൻ, ദേർ അൽ ബല ഈ ഭാഗങ്ങളിലൊക്കെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതായത് ഇന്നലെ നോട്ടീസ് കൊടുത്ത്, ഇന്നലെ നുസൈറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ്, അവിടെ ഒരു ക്യാമ്പിൽ നോട്ടീസ് കൊടുത്തിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ ഹമാസ് തന്നെയാണ് ദേർ അൽ ബലയിലേക്ക് മാറ്റി പാർപ്പിച്ചത്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്. വീണ്ടും ദേർ അൽ ബലയിൽ വന്നിട്ട് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്, മാരകമായിട്ടുള്ള അറ്റാക്ക്. ഇവിടെ നിരവധി ഗാസൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹമാസിൻ്റെ നെക്സ്റ്റ് ലെവൽ നേതാക്കളെ തെരഞ്ഞു പിടിച്ച് വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഉന്നത നിലയിലുള്ള ആൾക്കാരല്ല, ഗാസയ്ക്കുള്ളിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ. അതും പോരാഞ്ഞിട്ട് ഈ ഒക്ടോബർ 7 നേതൃത്വം നൽകിയ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഗാസയ്ക്കുള്ളിലുണ്ട്. അവന്മാരെയാണ് കൃത്യമായിട്ട് ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് നടത്തുന്നത്. അവരെ തെരഞ്ഞു പിടിച്ച് വധിക്കുമ്പോൾ അതിൻ്റെ കൊലാറ്ററൽ ഡാമേജ് ഇസ്രായേൽ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും മാരകമായിട്ടുള്ള ആക്രമണമാണ് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇതൊരു ക്വിക്ക് അപ്ഡേറ്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.